ഹായ് ഹലോ. അപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലേ? എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഇനിയിപ്പം ന്യൂ ഇയർ വരാൻ പോവല്ലേ? എല്ലാവരുടെയും ന്യൂ ഇയർ പ്ലാൻ എന്താണ്? ആരെങ്കിലുമൊക്കെ ന്യൂ ഇയറിന് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. നമുക്ക് ചുമ്മാ എല്ലാവരുടെയും പ്ലാനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. നമുക്കിവിടെ എന്ത് ന്യൂ ഇയർ എന്ത് ക്രിസ്മസ്, അതൊക്കെ പോട്ടെ. അപ്പം നമുക്കിന്നൊരു മിനി ഫ്രെയിം ഉണ്ടാക്കാം. മിനി ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഫ്രെയിമിൻ്റെ ഷേപ്പിലൊന്ന് സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ ഒരു 3 ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് കുറച്ച് പേപ്പർ എടുക്കുക, കുറച്ച് കോഡ്സും കുറച്ച് ഡ്രോയിങ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ ഒക്കെ തപ്പിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കോഡ്സും ഡ്രോയിങ്സൊക്കെ കിട്ടും. അത് നോക്കി ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ഞാനൊരു 3 അതുപോലെ ഫ്രെയിമിന് പറ്റിയതല്ലേ എടുക്കാൻ പറ്റൂ. ആദ്യം ഒരു 5-6 വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഐസ്ക്രീം സ്റ്റിക്ക് തികയുന്നില്ല. എന്നാൽ പിന്നെ 3 ഒതുക്കി. അപ്പം നമ്മുടെ ആദ്യത്തെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹേർട്ട് ഷേപ്പൊക്കെ കൊടുത്തിട്ട് കുറച്ച് കോഡ്സൊക്കെ എഴുതിയെടുത്തതാണ്. അത് തന്നെ കോഡ്സ് എന്തൊക്കെയാണെന്നോ ഞാൻ പറയുന്നത്. കോഡ്സൊക്കെ എഴുതിയെടുത്തതാണ്. പിന്നെ അതാണ് ഫസ്റ്റ്. സെക്കൻഡ് പിന്നെ ഒരു കാറിൻ്റെയൊക്കെ പടം കൊടുത്ത് കുറച്ച് കോഡ്സ് എഴുതിയെടുത്ത്. അപ്പം നമ്മുടെ പെൻസിൽ കളർ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ചുമ്മാ വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ പടം. പിന്നെ നമ്മുടെ ആദ്യത്തെ അതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ മറന്നുപോയി, അതും കൊടുത്ത്. ശേഷം നമ്മുടെ മൂന്നാമത്തെ പടവും ഞാൻ പെൻസിൽ കളർ തന്നെ യൂസ് ചെയ്ത് അടിക്കാൻ പോയിട്ട് പിന്നെ നമ്മുടെ മടി സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ ആ കളർ പെയിൻ്റ് ഉള്ളത് കൊണ്ട് ആ പെയിൻ്റ് അങ്ങ് അടിച്ച്. പിന്നെ നമ്മുടെ താഴ്ഭാഗത്ത് ഗ്രീൻ കളർ സ്കെച്ച് പെൻ വെച്ച് കൊടുത്ത് ശേഷം അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ചെയ്തെടുത്ത് അതിൻ്റെ കോഡ്സും കാര്യങ്ങളും ഒക്കെ എഴുതിയെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മൂന്നാമത്തെ പടവും ശരിയായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 5-6 ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ വാളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ വാളിലൊക്കെ ഒട്ടിക്കാൻ പോയിട്ട് പോരാളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമില്ല. അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം ചെയ്യാൻ. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ആ ഫ്രെയിമിൻ്റെ അകത്ത് ഈ പടങ്ങളൊക്കെ ഒന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. സംഭവം സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ഫ്രെയിംസൊക്കെ ഉണ്ടാക്കാം. പിന്നെ അല്ലാതെ നമുക്കിതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഫോട്ടോസും നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ച് സെറ്റാക്കാം. പിന്നെ പുറവശത്ത് ഒരു ഐസ്ക്രീം ഷേക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൻ്റെ മണ്ടയ്ക്കും വെക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പ്രത്യേകം പറയണോ? മറക്കല്ലേ.